തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടക്കുന്ന ശ്രീകണ്ഠപുരത്തെ പന്നിയാൽ വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.വി. രാമകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. വാർഡിൽ വീടുകൾ കയറി വോട്ടർമാരെ നേരിൽ കാണുന്ന തിരക്കിലാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ടി.വി. രാമകൃഷ്ണൻ. പന്നിയാൽ വാർഡ് നഗരസഭയിൽ കോൺഗ്രസിന് സിറ്റിംഗ് സീറ്റ് ആണ് എങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഒടുവിലാണ് കോൺഗ്രസ് ഇ.വി. രാമകൃഷ്ണനെ സ്ഥാനാർത്ഥിയാക്കിയത്. യു.ഡി.എഫിന് സ്വാധീനമുള്ള ഈ വാർഡിൽ ഷക്കീൽ പി ആണ് എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്നും സ്ഥാനാർത്ഥി നിർണയ വിവാദത്തിൽ മത്സരാർത്ഥി നാട്ടുകാരൻ വേണമെന്ന ഒരു പക്ഷത്തിന്റെ വാദം അംഗീകരിക്കാൻ കോൺഗ്രസ് ഔദ്യോഗിക നേതൃത്വം തയ്യാറായിരുന്നില്ല. അത് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കൂടിയായ അഡ്വക്കേറ്റ് എം.പി. മോഹനന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ എത്തിച്ചേർന്നു. ഇത് കോൺഗ്രസിന് കനത്ത വെല്ലുവിളിയാകും. ഈ വാർഡിൽ പ്രചരണ പ്രവർത്തനങ്ങളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് അഡ്വക്കേറ്റ് ഇ.വി. രാമകൃഷ്ണൻ. ചില തൽപര കക്ഷികളുടെ താൽപര്യത്തിലാണ് എതിർ സ്ഥാനാർത്ഥിയായി സഹപ്രവർത്തകൻ മത്സരിക്കുന്നത് എന്ന് അഡ്വക്കേറ്റ് ടി.വി. രാമകൃഷ്ണൻ പ്രതികരിച്ചു. നഗരസഭയിലെ 7ാം വാർഡായ പന്നിയാലിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത്. സ്വാഭാവികമായും 31 വാർഡിനെ അപേക്ഷിച്ച് 7ാം വാർഡിൽ ചില സവിശേഷതകളുണ്ട്. ഇവിടെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നോമിനേഷൻ നൽകിയിരിക്കുകയാണ്. കാരണം ചില തൽപര കക്ഷികളുടെ താല്പര്യത്തിന് വേണ്ടി ഇവിടെ എനിക്കെതിരായി മത്സരിക്കുന്നു എന്നത് ദുഃഖകരമായ ഒരു കാര്യമാണ്. പല കക്ഷികളുടെയും താല്പര്യത്തിനനുസൃതമായി കാര്യങ്ങൾ നടപ്പിലാക്കാത്ത ഒരു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ഈ നഗരസഭയിൽ നല്ല കാര്യങ്ങൾ നടപ്പിലാക്കാൻ പാർട്ടി എന്നെ ചുമതലപ്പെടുത്തിയപ്പോൾ അതിനെതിരായ ഒരു രീതിയിലാണ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ മോഹൻ അടക്കമുള്ള ആളുകൾ മുന്നോട്ട് പോകുന്നത്. അവിടെ പിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതോടൊപ്പം തന്നെ ചില പ്രാദേശിക ആളുകളുമുണ്ട് എന്ന കാര്യം ഏറെ ദുഃഖകരമാണ്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ആളുകൾ അതൊക്കെ മനസ്സിലാക്കി എൻ്റെ ഒപ്പം നിൽക്കണം